നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS 916 ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രീ പ്രൈമറി അംഗനവാടി സർഗോത്സവം വാടാനാംകുറിശി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പ്രീ പ്രൈമറി അംഗനവാടി സർഗോത്സവം ആഘോഷമായി മാറി. വാടാനാംകുറിശി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന സർഗോത്സവം ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ അധ്യക്ഷയായിരുന്നു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ AN നീരജ് മുഖ്യാതിഥിയായി. കേരളത്തിൽ ഇങ്ങനെ വിപുലമായി നടത്തുന്ന ഒരേ ഒരു പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്താണ്. പ്രീ പ്രൈമറി കുട്ടികളുടെയും അംഗനവാടി കുട്ടികളുടെയും കലോത്സവം. എൻ്റെ ഒരു പഴയ ഓർമ്മയിൽ കുട്ടിയായിരിക്കുമ്പോൾ അംഗനവാടിയിൽ പഠിക്കുമ്പോൾ ഒരു കഥ പഠിച്ചു പോയി ഏതോ ഒരു പരിപാടിയിൽ അവതരിപ്പിച്ച ഒരോർമ്മയാണ് ഇപ്പോൾ എനിക്കുള്ളത്. അതുപോലെ തന്നെ ആദ്യം പാട്ടുപാടാൻ, കഥ പറയാൻ, ഒന്നിച്ചു കൂട്ടുകൂടാൻ ഒക്കെ പഠിച്ചത് ഈ അംഗനവാടിയിൽ നിന്നാണ്. മാത്രമല്ല കേരളത്തിൻ്റെ ഈ മതനിരപേക്ഷ പാരമ്പര്യം അതുണ്ടായി വരുന്നത് യഥാർത്ഥത്തിൽ അംഗനവാടിയിൽ നിന്നാണ്. നമുക്കിപ്പോൾ അത് മനസ്സിലാവില്ല. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും കിടന്നുറങ്ങിയും എല്ലാ മത ജാതി വിഭാഗത്തിലും കുട്ടികൾ ഒന്നിച്ച് ചേർന്ന് ഇങ്ങനെ ജീവിക്കണം എന്ന് ആദ്യം നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മുടെ അംഗനവാടിയിൽ നിന്നാണ്. നമ്മുടെ കേരളത്തിൻ്റെ മതനിരപേക്ഷ അടിത്തറയുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അംഗനവാടികളാണ്. V. സേതൽവി, K. അശോകൻ, രാജേഷ്, അജിത് ശങ്കർ, M. പ്രകാശൻ, സംഘാടക സമിതി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത്, ജ്യോതിസ് കോർഡിനേറ്റർ TK ജയശ്രീ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. 40 അംഗനവാടികളിൽ നിന്നും 8 പ്രീ പ്രൈമറികളിൽ നിന്നുമായി 400ഓളം വിദ്യാർത്ഥികൾ സർഗോത്സവത്തിൽ മാറ്റുരച്ചു. മൂന്ന് വേദികളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. പൊതുവിജ്ഞാന സദസ്സ്, രക്ഷിതാക്കളുടെ കഥ പറയൽ, അധ്യാപകരുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും സർഗോത്സവത്തിന്റെ ഭാഗമായി നടന്നു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ കുട്ടികൾക്കുള്ള സമ്മാനദാനവും നടന്നു.